പവിത്രത്തിന്റെ മറ്റൊരു പ്രൊമോയിലേക്ക് ഏവർക്കും സ്വാഗതം. രാത്രി ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ വേദ വിക്രമിനെ കാണാതെ അവിടെയാകെ തിരഞ്ഞു. ഓപ്പൺ ടെറസിലും സ്റ്റോർ റൂമിലും എല്ലാം വേദ വിക്രമിനെ തിരഞ്ഞു. അവിടെയെങ്ങും വിക്രമില്ലെന്ന് മനസ്സിലാക്കിയ വേദ ഇഷിതയെ വിളിക്കുകയാണ്. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ ഇഷിത വേദയുടെ കോള് കണ്ട് ഇത്രയും വൈകിയ നേരത്ത് വേദ എന്താണ് വിളിക്കുന്നതെന്ന് സംശയിച്ചു. വിക്രമിനെ കാണാനില്ല എന്ന് കേട്ട ഇഷിത വേദയെ സമാധാനിപ്പിക്കുകയാണ്. നിന്റെ വിക്രത്തിന് നിന്നെ അറിയിക്കാതെ വിട്ടുപോകാനൊന്നും പറ്റില്ല എന്ന് ഇഷിത വേദയോട് പറഞ്ഞു. ഇതേ സമയം വിക്രം വേദയറിയാതെ ആശുപത്രിയിലേക്കാണ് പോയത്. രാത്രി ഡോറിൽ മുട്ടുന്നത് കേട്ട് മാഷ് കതക് തുറന്നു. വിക്രമിനെ കണ്ട് മാഷിനും കമലയ്ക്കും വളരെ സന്തോഷമായി. കമല വിക്രമിനെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. മാഷ് വിക്രത്തിനോട് പറഞ്ഞു, ഇത്രയൊക്കെ ചെയ്യിപ്പിക്കാൻ കഴിയുന്നവർക്ക് പുളിക്കിനെ നിശബ്ദനാക്കാനും കഴിയില്ലെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ആ വീട്ടിലെ താമസം അത്ര സേഫ് അല്ല, സറണ്ടർ ചെയ്യണം എന്ന്. ഇത് കേട്ട് കമല കരഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, പോയി കീഴടങ്ങാനോ എന്ന്? വേദയുണ്ടല്ലോ, അവൾ മുഖേന കോടതിയിൽ സറണ്ടർ ആകണം എന്ന് മാഷ് വിക്രമിനോട് പറയുകയാണ്. ഈ പറഞ്ഞ കാര്യങ്ങൾ നേരത്തെ ആലോചിച്ചതാണെന്നും മറ്റു ചില കാരണങ്ങൾ കൊണ്ട് അത് വേണ്ടെന്ന് വെച്ചതാണ്. ഇനി വേദയുടെ തീരുമാനങ്ങൾക്കനുസരിച്ച് തന്നെ കാര്യങ്ങൾ നടക്കട്ടെ എന്നും മാഷിനോട് വിക്രം പറഞ്ഞു. പോകാനൊരുങ്ങിയ വിക്രമിനെ മാഷ് കെട്ടിപ്പിടിക്കുകയാണ്. അങ്ങനെ അച്ഛനെയും അമ്മയെയും കണ്ട് സന്തോഷത്തോടെ വിക്രം വേദയുടെ അടുത്തേക്ക് മടങ്ങിയെത്തുകയാണ്. പറയാതെ പോയതിന്റെ പരിഭവം വേദയ്ക്കുണ്ടായിരുന്നു. രാവിലെ ഉറക്കമെഴുന്നേറ്റപ്പോൾ താഴെ പായയിൽ കിടക്കുന്ന വിക്രമിനെ കണ്ട് വേദ തലയിണ കൊണ്ട് അടിക്കുകയാണ്. വിക്രമിന്റെ ചിരി കണ്ട് വേദ പറയുന്നുണ്ട്, ചിരിക്കുന്നത് കണ്ടില്ലേ ഇടിയൻ മണ്ടൂസ് എന്ന്. പിന്നീട് വേദ വിക്രമിനോട് ഇത്രയും പ്രശ്നങ്ങളുണ്ടാകാൻ കാരണം ശ്രീകാന്താണെന്ന സത്യം തുറന്നു പറയുകയാണ്. ശുചീന്ദ്രത്ത് വെച്ച് അച്ഛനെ തട്ടിക്കൊണ്ടുപോയതും വിക്രമിന്റെ വീട്ടിൽ നിന്ന് വേദ വീട്ടിലേക്ക് പോകാൻ കാരണമായതും താൻ വീട്ടിലേക്ക് ചെന്നില്ലെങ്കിൽ അച്ഛനെ കൊല്ലുമെന്ന് ശ്രീകാന്തും ചന്ദ്രശേഖരനും ഭീഷണിപ്പെടുത്തിയ കാര്യങ്ങളും എല്ലാം വിക്രമിനോട് വേദ തുറന്നു പറയുകയാണ്. ഞാൻ എതിരിടുന്നത് എന്റെ തന്നെ ചോരയാണ് വിക്രം. ഉള്ളിൽ ഇങ്ങനെ ഒരാളായാണ് ജീവിക്കുന്നതെന്ന് ഞാൻ സ്വപ്നത്തിൽ തന്നെ വിചാരിക്കാത്ത എന്റെ തന്നെ ചോരയെ. വേദ ഇത് തുറന്നു പറഞ്ഞപ്പോൾ വിക്രമിന് വല്ലാത്ത ദേഷ്യമാണ് തോന്നിയത്. വിക്രം കൈ ചുരുട്ടി അപ്പോൾ തന്നെ കതക് തുറന്ന് പുറത്തേക്കിറങ്ങിച്ചെന്ന് ശ്രീകാന്തിനോട് ഇത് ചോദിക്കാനായി ഒരുങ്ങി. ഇതുകണ്ട് വേദ വിക്രമിനെ തടയുകയാണ്. അപ്പോൾ അടുത്ത എപ്പിസോഡിനായി നമുക്ക് കാത്തിരിക്കാം. അതുവരേക്കും ബൈ.